ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക, അവനവന്റെ ക്രിയേറ്റിവിറ്റി ഒന്നിനൊന്നും സാമ്യം തോന്നാത്ത രീതിയിലാണ് ഓരോ ചിത്രങ്ങളും. അതെല്ലാം തന്നെ മലയാള സിനിമയിൽ വലിയൊരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ലാലട്ടൻ തന്നെ പറഞ്ഞു ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടുള്ള വളരെ വ്യത്യസ്തമായ ചിത്രമായിരിക്കും. മലയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സിനിമ മേക്കിംഗിൽ ഒരു മാർക്കാവും. അത് ഒരിക്കലും ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കില്ല. അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നാച്ചുറലി സംഭവിക്കുന്നത്, അത് ആളുകൾ കണ്ട് അവർ വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ. ഞാനൊരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത്തരം പറഞ്ഞാൽ ഈ ഒരു ടെറൈന്, ഈ ഒരു കോസ്റ്റ്യൂമ്, ഈ ഒരു പ്രസന്റേഷന് അങ്ങനെയാണല്ലോ കഥ. ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെ. മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ്, ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എല്ലാവിധ ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ്. അതിലെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിനൊരു ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം, ഇല്ലാതാകാം. അതാണ്. അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ. നിങ്ങളും പിന്നെ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ്. ഞാൻ കാണുന്ന പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത്. അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ്. അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശം എന്ന് പറയും. പക്ഷേ 1000 പേരിൽ 800 പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ 800 പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത്. സമയപരിധി തന്നെ നമ്മളുടെ പ്രസ് മീറ്റ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സഹകരിച്ച് നമ്മളുടെ എൻജോയ് ടീമിനും അതുപോലൊപ്പം തന്നെ മീഡിയ പ്രവർത്തകർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിച്ചു. ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഡയലോഗ് അവസാനിപ്പിക്കുന്നതല്ല. എന്തായിരുന്നു പറഞ്ഞേ? അല്ല കണ്ടതെല്ലാം നിജം അങ്ങനെയല്ലോ. തമിഴില് പറയാൻ പറയൂ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാവുമല്ലോ. എനിക്കില്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാൾ പറഞ്ഞു തന്ന് അത് മനസ്സിലാവും. അല്ലല്ല നിങ്ങൾ കണ്ടതല്ലേ. അങ്ങയുടെ വായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരാഗ്രഹം. ഒന്ന് പറഞ്ഞു നോക്കി പറ. എന്നാ എനിക്ക് വന്ന വേണം. കണ്ടത് നിജം, കാണാത്തത് പോയി. നീ കണ്ടതെല്ലാം പോയി, നീ കാണപ്പോകുന്നത് നിജം. താങ്ക് യു വെരി മച്ച്. Thank you, Manathan, and thank you, Chairman. Thank you, the entire team over here.